നമസ്തേ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ നേരിട്ട് അറിയാവുന്നവർ നമ്മളുടെ ഈ ചാനൽ, അതായത് ഞാൻ എൻ്റെ ഭക്തി സംബന്ധമായ കാര്യങ്ങൾ ഇടുന്ന ചാനൽ കൂടാതെ നമുക്കൊരു വേറൊരു ചാനലുണ്ട്. അതിൽ ഇത് സംബന്ധമായ ഒരു കാര്യങ്ങളുമല്ല, അതിൽ നിറയെ സബ്സ്ക്രൈബേഴ്സും ഉള്ള ഒരു ചാനലാണ്. ഒരിക്കൽ പോലും ഞാൻ അതിനകത്ത് എൻ്റെ ഭക്തി സംബന്ധമായ ഒരു കാര്യങ്ങളും പോസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം അതിനുള്ള ഒരിടം അല്ലാതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ ഒരാളും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും എൻ്റെ മനസ്സമാധാനത്തിന്, എൻ്റെ ഇഷ്ടത്തിന്, ഞാൻ അനുഭവിക്കുന്ന നന്മകൾ, ഞാൻ അനുഭവിക്കുന്ന ഐശ്വര്യങ്ങൾ, എനിക്ക് കിട്ടിയിട്ടുള്ള ഭാഗ്യങ്ങൾ, എനിക്ക് ഇതിന് യോഗ്യമായിട്ടുള്ള ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടി മാത്രമാണ് നമ്മളിത് ഈ വീഡിയോ ചെയ്യുന്നത്. ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് നന്മകൾ, ഒരുപാട് ഭാഗ്യങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. വളരെ അഭിമാനത്തോടു കൂടി പറയട്ടെ, ഒരുപാട് ജീവിതത്തിൽ പ്രതിസന്ധികൾ, രോഗങ്ങൾ, അങ്ങനെ പലതിനെയും ഞാൻ ഓവർകം ചെയ്ത് ഇവിടെ വരെ എത്തിയിരിക്കുന്നത് ഒക്കെ എൻ്റെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ചാനൽ ഞാൻ അതിന് മാത്രമായി, ഞാൻ മറ്റേ ചാനലിൽ ഡെയിലി വീഡിയോസ് ഇടാറില്ല, പക്ഷെ അതിൽ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളതാണ്. പക്ഷെ ഇതിനകത്ത് എനിക്ക് 5-6 പേരേ ഉള്ളൂ, മതി. എനിക്ക് ആ 5-6 പേര് ഇത് കേട്ടാൽ മതി. പക്ഷെ അവർക്കതിന് ഭാഗ്യം ഉണ്ടെങ്കിലാണ് അതവർ കേൾക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. കുറച്ച് കാര്യങ്ങൾ ആയിട്ട് പറയാമെന്ന് കരുതിയിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഒന്ന്, 18-19 തീയതി ഗുരുവായൂർ അമ്പലത്തിൽ ഭഗവാന്റെ മുന്നിൽ നമുക്ക് പറ സമർപ്പിക്കാൻ, അൻപുലി പറയുന്നതാണ് അതിന് പറയുന്നത്. അതിനുള്ള ഒരു ഭാഗ്യമുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. നറുനെയ്യ്, ഓടക്കുഴൽ, അങ്ങനെ മയിൽപ്പീലി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു പറയാണ്. ഭഗവാൻ നേരിട്ട് വന്ന് നമ്മൾ ആ പറയിടുന്നിടത്ത് ഭഗവാനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരും. അപ്പം നാരായണീയ സത്സംഗത്തിന്റെ ഭാഗമായിട്ടാണ് അത് നടക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ പറഞ്ഞാൽ മതി, അതിനുള്ള സൗകര്യം ഒപ്പിച്ചു തരാം. നിങ്ങൾ എല്ലാവർക്കും അത് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ എല്ലാ മാസവും ഗുരുവായൂർ പോകുന്ന ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തിയാണ്. ചില മാസങ്ങളിൽ മുടങ്ങാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ജീവിതത്തിൽ എന്ത് വീഴ്ചകൾ വന്നാലും നമ്മൾ പോലും അറിയാതെ അതിൽ നിന്ന് നമ്മളെ നേരെ നടത്തുന്നതൊക്കെ അത്ഭുതത്തിന്റെ വഴികൾ തുറന്നു തരും ഗുരുവായൂരപ്പൻ. ഭക്തി ഒന്നു മാത്രം മതിയെന്നേ, നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ പോലും അറിയാതെ നേരെയാകും. നമ്മളുടെ മനുഷ്യരാണ്, ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ അതൊക്കെ ദൈവം നമ്മളെ പോളിഷ് ചെയ്ത് നമ്മുടെ ആ തെറ്റിന് നമ്മളെ അനുവദിക്കാതെ ഭഗവാൻ അതിങ്ങനെ തട്ടി മാറ്റി നന്മയുടെ വഴിയിലേക്ക് തന്നെ നമ്മളെ നയിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ മുന്നിൽ ഒരിക്കലും നമ്മൾ തല താഴ്ത്തിപ്പോവാൻ ഭഗവാൻ അനുവദിക്കും.